Good evening, everyone. Welcome to yet another listening live session from 𝐀𝐜𝐚𝐿 Academy. This is �ശ്രീലക്ഷ്മി speaking. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ലിസണിങ്ങിൻ്റെ ലൈവ് സെഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ല, പുതിയൊരു മെറ്റീരിയലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഞാൻ ആദ്യം കാണിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടാണ് മെറ്റീരിയൽ ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് ചെയ്ത് നോക്കാം. കുറച്ച് ആൻസേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കി നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസ് എത്തുമ്പോൾ നമുക്കവിടെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയണം അല്ലേ? ആൻസേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. സോ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്കോർ കുറഞ്ഞു പോകരുത്. ഫസ്റ്റ് സെക്ഷനിൽ മസ്റ്റായിട്ടും 10 on 10 സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നാൽ മാത്രമേ മറ്റുള്ള സെക്ഷൻസിൽ കുറച്ച് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്കതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെ, ഗ്യാപ്പ് ഫില്ലിംഗ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഫോം ഫില്ലിംഗ്. അവിടെ വേർഡ്സ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വേർഡിൻ്റെ ലിമിറ്റേഷൻ നോക്കണം. സോ ഇവിടെ 1 word ഒള്ളി അല്ലേ, 1 word ഒള്ളി എന്ന് തന്നിട്ടുണ്ട്. അത് മസ്റ്റായിട്ടും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റത്തില്ല, കാരണം ഓൺലൈനിലാണല്ലോ ചെയ്യുന്നത്. സോ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളല്ലാതെ പലരും പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ ചെയ്യുന്നവരോടുള്ള എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവുക. എന്നാലേ നിങ്ങൾക്ക് ആൻസർ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിലൊക്കെ ആ ഒരു വേർഡ് കൗണ്ട് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരേപോലത്തെ വിഷൻ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇടുക, കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. 1 word ഒള്ളി ലിമിറ്റൊക്കെ നോക്കി അല്ലേ. ഇനി നമ്മൾ ജസ്റ്റ് അവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വോളണ്ടറി വർക്ക് അല്ലേ. വോളണ്ടറി വർക്കിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ലൈബ്രറിനെ കുറിച്ചുള്ളതാണ് അല്ലേ, ലൈബ്രറി. സോ ലൈബ്രറിയിൽ എന്തെങ്കിലും വർക്കായിരിക്കാം. അപ്പോൾ ഇവിടെ ഹെൽപ്പ് വിത്ത് ഡാഷ് ബുക്സ്, എങ്ങനെയുള്ള ബുക്സ് അല്ലേ, ടൈംസ് ടു ബി അറേഞ്ച്ഡ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ബുക്സ് അല്ലേ ഹെൽപ്പ് ചെയ്യണം, അറേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നായിരിക്കാം. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കാം. Recordings, and you will have to answer questions on what you hear. There will be time for you to read the instructions and questions, and you will have a chance to check your work. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ല, ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആരാണെങ്കിലും ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് ഇടുക. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെന്ന് അറിയാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് ഇടുക. സിജി തോമസ്, ഗുഡ് ഈവനിങ് സിജി. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 1 പോകാം. സോ അത് ഞാൻ എന്തിനാണ് ഹായ് ഇടാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ലൈവ് സെഷൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പാർട്ടിസിപ്പേഷനും കൂടെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ടൈം വേസ്റ്റിംഗ് അല്ലേ എന്ന് ചോദിക്കാം പലരും. ഒരിക്കലും ഒരു ടൈം വേസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ആദ്യമായിട്ടൊക്കെ ഈ ഒരു സെഷൻ ലിസണിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. ഈ ഒരു ആൻസർ നിങ്ങൾക്ക് ഞാനിപ്പോൾ കേൾപ്പിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം, ആത്മവിശ്വാസം തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് കേൾപ്പിക്കുന്നത്. സോ ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ആ ഒരു പാർട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ എല്ലാവരും ജസ്റ്റ് അതൊന്ന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കുക. ഈ ഒരു സെക്ഷൻ്റെ 1-ാമത്തെയും 2-ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
സോ ഹെൽപ്പ് വിത്ത് ഡാഷ് ബുക്സ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ഓഡിയോയിലേക്ക് പോവാം. ഓഡിയോ കേൾക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക, അതുപോലെ എൻ്റെ വോയിസും. All the recordings will be played once only. The test is in 4 parts. At the end of the test, you will be given 10 minutes to transfer your answers to the answer sheet. Now turn to part 1. Part 1. You will hear a man asking about voluntary work in the village that he has just moved to. First, you have some time to look at questions 1 to 7. ഹായ് ഷീല സാമുവൽ. ഹായ്, ഗുഡ് ഈവനിങ് ഷീല. ഇത് നമ്മളുടെ IELTS-ൻ്റെ ലിസണിങ് ലൈവ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ചില ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിലേക്ക് ഇന്നത്തെ ദിവസം ഷിഫ്റ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ IELTS-ൻ്റെ ലിസണിങ് എന്ന് പറയുമ്പോൾ OET ബെൽവി ഗുഡ് ഈവനിങ് ബെൽവി. ഓക്കെ, സോ ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മളുടെ OET ലിസണിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻ്റ് ഉണ്ട് അല്ലേ. അതായത് ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് അല്ലേ, അടുത്തത് പിന്നെ വരുന്നത് 42 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു, അത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അല്ലേ. ആ ഒരു ഓർഡറിൽ ഫോർമാറ്റിലാണ് വരുന്നത്. എന്നാൽ നമ്മുടെ IELTS-ൽ പ്രത്യേകിച്ചൊരു ഫോർമാറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ആദ്യത്തെ സെക്ഷൻ മാത്രം ഫോം ഫില്ലിങ് അങ്ങനെ ഒരു പാർട്ടൊക്കെയാണ് വരുന്നത്. ബാക്കിയുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും വരാം. മാച്ച് ദ ഫോളോയിങ്ങോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെയുള്ള, ലൊക്കേറ്റ് ദ മാപ്പ് അങ്ങനെയുള്ള ഏത് സെക്ഷൻ വേണമെങ്കിലും വരാം, മൾട്ടിപ്പിൾ ചോയ്സ്. ഓക്കെ, അപ്പോൾ IELTS എന്ന് പറയുന്നത് OET ചെയ്യുന്നവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഷീല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഹെൽപ്പ് വിത്ത് ഡാഷ് ബുക്സ് അല്ലേ. അപ്പോൾ വോളണ്ടറി വർക്കാണ്. വോളണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാം. വോളണ്ടറിയുടെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ പെയ്ഡ് അല്ല അല്ലേ, അൺപെയ്ഡ് ആയിട്ടുള്ള വർക്കിനെയാണ് വോളണ്ടറി വർക്ക് എന്ന് പറയുന്നത്. സോ ഇത് ഒരു സൗത്ത് വില്ലേജ് അല്ലേ, സൗത്ത് വില്ലേജിൽ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് എന്താണ് മെസ്സേജ് ഇടാൻ പറയുന്നത്, എല്ലാവരോടും കമൻറ്റ് ചെയ്യാൻ പറയുന്നത് ആ 3, 4, 5, 6, 7 അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഷീല, താങ്ക് യു. Library and individuals also donate. My name's Frank Pritchard. I've just retired and moved to Southo. I'd like to become a volunteer, and I gather you coordinate voluntary work in the village? That's right. What sort of thing could I do? Well, we need help with the village library. We borrow books from the town library and individuals also donate them. എന്താണ് ബുക്സ് ബോറോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ, എന്നിട്ട് ഇൻഡിവിജ്വൽസ് അത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്ത് ബുക്സ് ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. So, one thing you could do is get involved in collecting them. If you've got a car, that is. Yes, that's no problem. സോ കളക്ട് ചെയ്യണം അല്ലേ. ബുക്സ് നമ്മൾ പല സ്ഥലത്ത് നിന്ന് ബോറോ ചെയ്യാണ് ചെയ്യുന്നത്, അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അല്ലേ. ബുക്സ് കളക്ട് ചെയ്യണം, അതാണ് ചെയ്യേണ്ട വർക്ക്. സോ ഹെൽപ്പ് വിത്ത് കളക്ടിങ് ബുക്സ് അല്ലേ. കളക്ടിങ് 1 വേർഡ് ആണ്, അത് ശ്രദ്ധിക്കുക. 1 വേർഡ് ആയതുകൊണ്ട് കളക്ടിങ് എന്ന് മാത്രം എഴുതിയാൽ മതി. My name's Frank Pritchard. ഒന്നും കൂടി അത് കേൾപ്പിക്കുവാണേ. I've just retired and moved to Southo. I'd like to become a volunteer, and I gather you coordinate voluntary work in the village? That's right. What sort of thing could I do? Well, we need help with the village library. We borrow books from the town library and individuals also donate them. So, one thing you could do is get involved in collecting them. If you've got a car, that is. Yes, that's no problem. The times are pretty flexible. സോ കളക്ടിങ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, ഹെൽപ്പ് നീഡഡ് ടു കീപ് ഡാഷ് ഓഫ് ബുക്സ് അപ് ടു ഡേറ്റ്. ബുക്സിൻ്റെ എന്ത് അപ് ടു ഡേറ്റ് ആക്കുക അല്ലേ. അപ് ടു ഡേറ്റ് എന്ന് വെച്ചാൽ റെഗുലറായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആക്കുക അല്ലേ. എല്ലാം എന്താണ് റെഗുലർലി നമ്മൾ കീപ്പ് ചെയ്യുക.
സോ ഇവിടെ ബുക്സിൻ്റെ എന്ത് അപ് ടു ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ, എന്ത് കീപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. Flexible, so we can arrange it to suit you. Oh, another thing is the records that we keep of the books we're given. റെക്കോർഡ്സ് ഉണ്ട് അല്ലേ, നമ്മൾ കീപ്പ് ചെയ്യുന്ന ബുക്കിന് റെക്കോർഡ്സ് ഉണ്ട്. ഏതൊക്കെ ബുക്കാണുള്ളത് എന്നുള്ളത് എഴുതിയിരിക്കുന്ന ഒരു റെക്കോർഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. And those we borrow and need to return to the town library. It would be very useful to have another person to help keep them up to date. അപ്പം അത് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോഴൊക്കെ അത് ഒന്ന് എൻ്റർ ചെയ്യണം അല്ലേ, അത് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ അത് ചെയ്യണം അല്ലേ, ഒരാളിനെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ബുക്കിൻ്റെ എന്താണ് അപ് ടു ഡേറ്റ് ആക്കേണ്ടത്? റെക്കോർഡ്സ് അല്ലേ, ബുക്കിൻ്റെ ബുക്ക് കീപ്പ് ചെയ്യുന്നത് അല്ലേ, ബുക്ക് ഏതൊക്കെ ബുക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ റെക്കോർഡ്, അതാണ് അപ് ടു ഡേറ്റ് ആക്കേണ്ടത്. സോ ഇവിടെ റെക്കോർഡ് എന്നല്ല പറയുന്നത്, റെക്കോർഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ, റെക്കോർഡ്സ്. സോ നമ്മളുടെ ഈ ഒരു IELTS പ്രത്യേകിച്ച് IELTS നമ്മളെ ലിസണിങ്ങിന് പ്ലൂറൽ ഫോം, സിംഗുലർ ഫോം ഇതിനൊക്കെ വാല്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ പ്ലൂറൽ ഫോം ആണ് നമ്മളുടെ ആ ഒരു കോൺവെർസേഷനിൽ പറയുന്നെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. സിംഗുലർ ഫോം എഴുതിയാൽ ആൻസർ തെറ്റാണ്. ഇവിടെ റെക്കോർഡ്സ് എന്നാണ് വരുന്നത്, റെക്കോർഡ് എന്ന് എഴുതിയാൽ തെറ്റും. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കുകയാണ്. Is the records library, and individuals also donate them. So one thing you could do is get involved in collecting them, if you've got a car, that is. Yes, that's no problem. The times are pretty flexible, so we can arrange it to suit you. Oh, another thing is the records that we keep of the books we're given, and those we borrow and need to return to the town library. It would be very useful to have another person to help keep them up to date. Right. I'm used to working on a computer. റെക്കോർഡ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ചെയ്തു പോവേണ്ടത്. അപ്പോൾ 3 to 7 നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇത് കേൾപ്പിച്ചതിന് ശേഷം ആൻസേഴ്സ് പറഞ്ഞു തരും. അപ്പോൾ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ 3 to 7 ആണ്. I presume they're computerized? Oh, yes. Is the library purpose-built? I haven't noticed it when I've walked around the village. No, we simply have the use of a room in the village hall. The west room. It's on the left as you go in. Oh, I must go and have a look inside the hall. Yes, it's a nice building. Do you run a lunch club in the village for elderly people? I know a lot of places do. Yes, we have a very successful club. I could help with transport, if that's of any use. Oh, definitely. People come to the club from neighbouring villages, and we're always in need of more drivers. And does the club have groups that focus on a particular hobby too? I could get involved in one or two, particularly if there are any art groups. Excellent. I'll find out where we need help and get back to you. Fine. What about help for individual residents? Do you arrange that at all? Yes, we do it as a one-off. Oh, in fact, there's Mrs. Carroll. She needs a lift to the hospital next week, and we're struggling to find someone. When's her appointment? On Tuesday. It would take the whole morning. I could do that. Oh, that would be great. Thank you. And also next week, we're arranging to have some work done to Mr. Salisbury's house before he moves, as he isn't healthy enough to do it himself. We've got some people to decorate his kitchen, but if you could do some weeding in his garden, that would be wonderful. OK, I'd enjoy that. And presumably the day and time are flexible? Oh, yes. Just say when would suit you best, and we'll let Mr. Salisbury know. Good. Before you hear the rest of the conversation, you have some time to look at questions 8 to 10. ഓക്കെ, അപ്പോൾ ആ ഒരു 1 to 7 എല്ലാവരും കേട്ട് കാണും. അതിൽ 2 എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി 3 to 7 ആണ്. Now listen and answer questions 8 to 10. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് നോക്കുക. അതല്ല കിട്ടിയതെങ്കിൽ
എല്ലാവരും ജസ്റ്റ് ഡൗട്ട് ഉള്ളത് ഒന്ന് പറയുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3, വെസ്റ്റ്. വെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനാണ് കേട്ടോ. WEST, വെസ്റ്റ്. 4th one ട്രാൻസ്പോർട്ട്. 5th one ആർട്ട്, ART. 6th one ഹോസ്പിറ്റൽ. 7th one ഗാർഡൻ. സോ ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ ഞാനിനി അടുത്ത സെക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അറിയാലോ, നമ്മളുടെ ലൈവ് സെഷൻ ആകുമ്പോൾ നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എനിക്കത് കാണാൻ കഴിയുന്നത് കേട്ടോ. ഒരു ടൈം ലാഗ് വരും. സോ എപ്പോഴാണെങ്കിലും നിങ്ങൾ ഡൗട്ട് മെൻഷൻ ചെയ്തേക്കുക. ഞാൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇച്ചിരി ഈസിയാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ നോക്കിക്കേ, അവിടെയും 1 വേർഡ് ഉള്ളി എന്ന് പറയുന്നുണ്ട് അല്ലേ. ടേബിളിൻ്റെ അകത്തുള്ളതാണ്. സോ ടേബിളിൻ്റെ അകത്തുള്ള സംഭവമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ 8, 9, 10 അല്ലേ, 3 എണ്ണമാണ്. അപ്പോൾ അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഈവൻറ്റ് കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷൻ, ഹെൽപ്പ് നീഡഡ്. സോ ഓരോ ഡേറ്റിനും നമ്മൾ ചെയ്യേണ്ട വോളണ്ടറി വർക്കാണ് അല്ലേ. സോ 19th ഒക്ടോബറിന് എന്ത് ഈവൻ്റാണ് അവിടെ നടക്കുന്നത്? അപ്പോൾ എൻ്റെ താഴെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡാൻസ്, ന്യൂ ഇയേഴ്സ് ഈവ് പാർട്ടി അല്ലേ. ഇതുപോലെയുള്ള ഏതോ ഒരു ഈവൻ്റ് ആണ്. ലൊക്കേഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, വില്ലേജ് ഹാൾ. പിന്നെ മൗണ്ട് ഫോർട്ട് ഹോട്ടൽ. അടുത്ത ഹെൽപ്പ് നീഡഡ്. അതിലാദ്യം എന്താണ്, നമ്മൾ വില്ലേജ് ഹാളിൽ ഒക്ടോബർ 19th നടക്കുന്ന ഒരു ഈവൻറ്റിന് റീഫ്രഷ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്താൽ മതി അല്ലേ. എന്നാൽ 18th നവംബറിന് എന്തോ നമ്മളൊരു സംഭവം ചെക്ക് ചെയ്യണം അല്ലേ. അതുപോലെ 10th എന്തോ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. 8, 9, 10 ഒന്ന് നോക്കാം. അപ്പോൾ 19th ഒക്ടോബറിന് ആദ്യത്തെ ഈവൻറ്റ് ഏതാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. The volunteers group also organises monthly social events, which is a great way to meet other people, of course. Uh-huh. So next month, on the 19th of October, we're holding a quiz. A couple of residents are great at planning unusual ones. ക്വിസ് എന്ന് പറയുന്നല്ലേ, ക്വിസ് എന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ക്വിസ് ആണ്, 8th one. ഇനി 9th one എന്ന് പറയുന്നത് ഡാൻസിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സംഭവം ചെക്ക് ചെയ്യണം അല്ലേ. അതെന്താണെന്ന് നോക്കാം. And we always fill the village hall. That sounds like fun. Can I do anything to help? Well, because of the number of people, we need plenty of refreshments for halfway through. So if you could provide any, we'd be grateful. I'm sure I could. I'll think about what to make and let you know. Thank you. Then on November the 18th, we're holding a dance, also in the village hall. We've booked a band that specialises in music of the 1930s. They've been before, and we've had a lot of requests to bring them back. I'm not really a dancer, but I'd like to do something to help. Well, we sell tickets in advance, and ടിക്കറ്റ് സെല് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. having an extra person to check them at the door as people arrive would be... ഇപ്പോൾ എക്സ്ട്രാ പേഴ്സണിന് ആവശ്യമാണല്ലേ അവിടെ ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇത് ചെക്ക് ചെയ്യാനായിട്ട്. സോ എന്ത് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്? ടിക്കറ്റ്സ്. ബെൽവി ഞാൻ 7th എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. ഞാൻ 10 കൂടെ പറഞ്ഞിട്ട് 7th one പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ടിക്കറ്റ്സ് ചെക്ക് ചെയ്യണം അല്ലേ. സോ ചെക്കിങ് ടിക്കറ്റ്സ് എന്ന് എഴുതിയാൽ മതി. കാരണം എന്താണ്, 1 വേർഡ് ആണ് അല്ലേ. അപ്പോൾ ടിക്കറ്റ്സ് എന്നാണ്, ഒരു ടിക്കറ്റ് അല്ലല്ലോ ചെക്ക് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ ടിക്കറ്റ്സ് ആണ്. അപ്പോൾ ടിക്കറ്റ്സ് എന്ന് തന്നെ എഴുതണം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്, ഡിസൈനിങ് ദ ഡാഷ്. എന്ത് ഡിസൈൻ ചെയ്യുക, അതൊന്ന് കേട്ട് നോക്കാം. Good. It can be quite a bottleneck if everyone arrives at once. Okay, I'm happy with that. We're also arranging a New Year's Eve party. We're expecting that to be a really big event. So instead of the village hall, it'll be held in the Mountfort Hotel. The... Mountfort. MOUNTFORT Hotel. It isn't in Southo itself, but it's... ഇപ്പോൾ മൗണ്ട്ഫോർട്ട് ഹോട്ടൽ എന്ന് പറയുന്നുണ്ട്. ഇനി അവിടെ എന്ത് ഡിസൈൻ ചെയ്യണം അല്ലേ? only a couple of miles away. The hotel will be providing dinner, and we've booked a band. The one thing we haven't got yet is a poster.
That isn't something you could do by any chance, is it? Well, actually, yes. Before I retired, I was a graphic designer, so that's right up my street. Oh, perfect. I'll give you the details, and then perhaps you could send me a draft? സോ പോസ്റ്ററിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ. പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഡിസൈനിങ് പോസ്റ്റർ 10th 1ന്റെ ആൻസർ വരുന്നത് പോസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ബെൽവി കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഓക്കെ, ബെൽവി 7th ക്വസ്റ്റ്യൻ കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ 7ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർക്ക് ഇൻ ദ ഡാഷ് അല്ലേ. സോ ഹെൽപ്പ് ഫോർ ഇൻഡിവിജ്വൽസ് നീഡഡ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അടുത്ത ആഴ്ച വേണ്ടതാണ്. മിസ്സസ് കെറവളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അത് കിട്ടിക്കാണല്ലോ. 7th 1 എന്ന് പറയുന്നത് വർക്ക് ഇൻ ദ ഡാഷ് അറ്റ് സെയിൽസ്ബറീസ് ഹൗസ്. സോ എവിടെ വർക്ക് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സെയിൽസ്ബറിയുടെ ഹൗസിൽ അല്ലേ എവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ അത് ഞാൻ കേൾപ്പിക്കാം ആദ്യം. To decorate his kitchen, but if you could do some weeding in his garden, that would be wonderful. Okay, I'd enjoy that. And presumably To decorate his kitchen, but if you Tuesday, it would take the whole morning. I could do that. Oh, that would be great. Alexana, Thank 7th you. And also next week, we're arranging to have some work done to Mr. Salisbury's house. സെയിൽസ്ബറീസിൻ്റെ ഹൗസിൽ കുറച്ച് വർക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി എവിടെയാണ് എന്ന് അല്ലേ, സെയിൽസ്ബറീസ് ഹൗസിൽ എവിടെയാണ് എന്നുള്ളത് നമ്മളവിടെ എഴുതണം അല്ലേ. അതാണ് നമ്മളുടെ ആൻസർ. Before he moves, as he isn't helping. അപ്പോൾ ആ സെയിൽസ്ബറിയുടെ ഹൗസിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ട് പറയുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മൾ വീട്ടിൽ ഏതൊക്കെ പാർട്ടുകൾ കാണും അല്ലെ, ഏതൊക്കെ റൂം അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേസസ് കാണും എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസ് മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. Healthy enough to do it himself. We've got some people to decorate his kitchen, but if you could do some weeding in his garden, that would be wonderful. വീഡിങ് ഇൻ ദ ഗാർഡൻ അല്ലെ. വീഡ് എന്ന് വെച്ചാൽ എന്താണ്? വീഡ് എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ആ വീടാണോ? ഗാർഡനിൽ ഒരു വീട് വെച്ച് കൊടുക്കണമെന്നാണ്? അല്ല, വീടെന്ന് പറയുന്നത് നമ്മൾ കളയെന്ന് പറയും അല്ലേ. അത് പുല്ല്, ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ഗ്രാസ്, അതിനെയാണ് നമ്മൾ വീടെന്ന് പറയുന്നത്. സോ വീഡിങ് എന്ന് പറയുമ്പോൾ പുല്ല് പറിച്ചു കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടുത്തെ പെരേടം കളക്കുക അല്ലേ, അതാണ്. ഓക്കെ, സോ വീഡിങ് ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ആ എന്ത് വർക്കാണ് ചെയ്യേണ്ടതെന്നല്ല, എവിടെ വർക്ക് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഗാർഡനിൽ പുല്ല് പറിക്കുക, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഗാർഡനിലാണ് വർക്ക് വരുന്നത്. സോ വർക്ക് ഇൻ ദ ഗാർഡൻ അറ്റ് സെയിൽസ്ബറീസ് ഹൗസ്. ഓക്കെ, ബെൽവി ഉണ്ടെങ്കിൽ മനസ്സിലായോ എന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ 1 to 10 ഡിസ്കസ് ചെയ്തു. ഇനി 1 to 10 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ ആ ഒരു ടൈം ഒന്നും നോക്കണ്ട. ഞാൻ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. കാരണം നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലാഗ് വരുന്നത് കൊണ്ട് എനിക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഉടനെ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും അത്രയും വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ടോ, ഞാൻ അടുത്ത സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ബെൽവി ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമ്മളുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ 3ാമത്തെ സെക്ഷനിൽ വരുവാണെങ്കിലും 4ാമത്തെ സെക്ഷനിൽ വരുവാണെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ആദ്യത്തെ 2 സെക്ഷനിൽ വന്നാൽ ഈസി ആണ് എന്നാണ് പറയുന്നത്. എന്നാലും പറയാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും ലിസണിങ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഫോർമാറ്റ്, ആദ്യത്തെ പാർട്ട് ഈസി, അടുത്തത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് അല്ലേ, അങ്ങനെ ഏറ്റവും ഡിഫിക്കൽട്ട് ലാസ്റ്റ് പാർട്ട്, അങ്ങനെ ഓരോ പാർട്ട് കഴിയുമ്പോഴും ഡിഫിക്കൽട്ടി ലെവൽ കൂടും എന്നാണ് പറയുന്നത്. പക്ഷേ ചില കേസസിൽ നമുക്ക് 3ാമത്തെ പാർട്ട് എല്ലാം ആൻസേഴ്സ് കിട്ടും, 2ാമത്തെ പാർട്ടിൽ 1-2 ആൻസേഴ്സ് കിട്ടത്തില്ല, അങ്ങനെ വരാം. അത് ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൊണ്ടായിരിക്കത്തില്ല. പല ലിസണിങ്ങിൻ്റെയും ക്ലാരിറ്റി എന്ന് പറയുന്നത് അവർ പറയുന്നതിൻ്റെ അല്ല, നമ്മൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ആവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ലിസണിങ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. പക്ഷേ ആക്ച്വലി ലിസണിങ്ങിലൊന്നുമില്ല. നമ്മൾ ആ ഒരു കീവേഡ് മാർക്ക് ചെയ്തിട്ട്, ഒരു പെർട്ടിക്കുലർ കീവേഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തതിൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 എടുത്തു കഴിഞ്ഞാൽ ചെക്കിംഗ് ഡാഷ് അല്ലേ. സോ അവിടെ 18th നവംബർ അല്ലേ, 18th നവംബറിൽ ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ ഡാൻസ് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ 18th നവംബർ പറയുമ്പോഴോ പിന്നീടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അങ്ങനെ
അതിന് തൊട്ട് മുന്നേയുള്ള ഏതെങ്കിലും ഒരു കീവേഡ് എടുക്കുക. അപ്പോൾ കീവേഡ് എടുക്കുന്നതിലും വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കീവേഡ് എടുത്താൽ പോരാ അല്ലേ, അതിൻ്റെ ഏതെങ്കിലും നൗണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ഷനോ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് വേണം എടുക്കാനായിട്ട്. ഇപ്പം നൗൺ എന്ന് പറയുമ്പോൾ ഇവിടെ 18th നവംബർ അല്ലേ, ഡാൻസ്, ഇതൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്ന കീവേഡ്സ് ആണ്. ചില വേർഡൊക്കെ സിനോണിംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിനോണിംസ് വരാൻ ചാൻസ് ഉള്ള വേർഡിനേക്കാളും ഒരിക്കലും ചേഞ്ച് വരാൻ സാധ്യതയില്ലാത്ത കീവേഡ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി എല്ലാത്തിലും നമുക്ക് അങ്ങനെ ചേഞ്ച് ആവാത്ത കീവേഡ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് വേർഡ്സ് എടുത്തിട്ട് അതിൻ്റെ മീനിങ് വരുന്ന എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒണീറ്റൻ ഹാൾ അല്ലേ, അവിടുത്തെ ഏതോ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് തന്നെ എസ്പെഷ്യലി അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും നോക്കണ്ട അല്ലേ. മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ ഓപ്ഷൻസ് കാണും, അത് ചൂസ് ചെയ്യാം. അപ്പോൾ ABC എന്നൊക്കെ 3 ഓപ്ഷൻ ആണെങ്കിൽ പിന്നെ അവിടെ നോക്കണ്ട. ഒരുപാട് ഓപ്ഷൻസ് അങ്ങനെ കൊടുത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു കേസിൽ മാത്രം ഇൻസ്ട്രക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ കേൾപ്പിക്കാം. മെനി പാസ്റ്റ് ഓണേഴ്സ് മെയ്ഡ് ചേഞ്ചസ് ടു ഡാഷ്. അതായത് ഒരു ഒണീറ്റൻ ഹാളിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഈ ഒരു ഹാൾ, ആ ഒരു പെർട്ടിക്കുലർ ബിൽഡിംഗ്, അതിന് മുന്നേ ഉള്ള ഓണേഴ്സ് അല്ലേ, ഇതിന് മുന്നേ ഇത് ഓൺ ചെയ്തിരുന്ന ആൾക്കാർ അവിടുത്തെ ഏത് പെർട്ടിക്കുലർ പ്ലേസിനെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്? ഗാർഡൻ ആണോ, ഹൗസ് ആണോ, ഫാം ആണോ? ഓക്കെ, അപ്പോൾ അത് ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. Okay, I'd enjoy that. Of the number of people, we need plenty of refreshments for halfway through. So if you could provide any, we'd be grateful. I'm sure. To be a really big event. So instead of the village hall, it'll be held in the Mountfort Hotel. The group of visitors. It has had a large number of owners. Almost all of them have left their mark. ഓക്കെ, ഞാൻ അത് കേൾപ്പിക്കുകയാണേ. Questions 11 to 14. Good morning and welcome to Oniton Hall, one of the largest estates in the area. My name's Nick and I'm one of the guides. I'll give you a brief introduction to the estate while you're sitting down, and then we'll walk round. The estate consists of the house, gardens, parkland and farm, and it dates back to the 14th century. അപ്പോൾ ഓണേഴ്സ് എന്ത് ചേഞ്ചസ് വരുത്തി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം പറയുന്ന ഇൻട്രൊഡക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് വിട്ടാൽ മതി. The original house was replaced in the late 17th century. ഒറിജിനൽ ഹൗസ് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് പണ്ടത്തെ ഓണേഴ്സ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. And of course, it has had a large number of owners. ഒരുപാട് ഓണേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. Almost all of them have left their mark. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു മാർക്ക് അല്ലേ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. Generally by adding new rooms. ജനറലി ബൈ ആഡിങ് ന്യൂ റൂംസ് എന്ന് പറയുന്നുണ്ട്. അതായത് പുതിയ റൂംസ് ആഡ് ചെയ്യുക. ജനറലി അല്ലേ, മൊത്തത്തിൽ അവിടെ വലിയ ചേഞ്ച് എന്ന് പറയാൻ കഴിയുന്നത് റൂമിനാണ്. ഇപ്പോൾ റൂം എന്ന് പറയുന്നത് നമുക്ക് ഗാർഡനിലല്ല വരുന്നത്, ഫാമിലും റൂം വരത്തില്ല അല്ലേ, വീടിൻ്റെ അകത്താണ് റൂംസ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റൂമിനാണ് ചേഞ്ചസ് വരുത്തിയത്, അതായത് ഹൗസ് അല്ലേ. സോ B ആണ് ആൻസർ വരുന്നത്. ഡയറക്റ്റായിട്ട് ഹൗസ് എന്ന് പറയത്തില്ല, അതും ശ്രദ്ധിക്കുക. പക്ഷേ ഇതെന്നാൽ വളരെ ഈസി ആണല്ലേ. അപ്പോൾ അടുത്തത് 12, 13, 14. അപ്പോൾ 11 ജസ്റ്റ് ഒന്നും കൂടെ കേൾപ്പിച്ചതിന് ശേഷം 12, 13, 14 നിങ്ങളുടെ പാർട്ടിൽ നിന്ന് ചെയ്യുക. ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Like the bus, it has had a large number of owners. Almost all of them have left their mark, generally by adding new rooms, like the ballroom and conservatory, or by demolishing others. The farm looks much as it's always done, although the current owner has done a great deal of work to the flower beds. In the 17th century, the estate was owned by a very wealthy man called Sir Edward Downes. His intention was to escape from the world of politics
after years as an active politician, and to build a new house worthy of his big collection of books, paintings and sculptures. He broke off contact with his former political allies and hosted meetings of creative and literary people, like painters and poets. Unusually for his time, he didn't care whether his guests were rich or poor, as long as they had talent. Big houses like Oniton had dozens of servants until the 1920s or 30s, and we've tried to show what their working lives were like. Photographs, of course, don't give much of an idea, so instead, as you go round the house, you'll see volunteers dressed up as 19th century servants going about their work. They'll explain what they're doing and tell you their recipes or what tools they're using. We've just introduced this feature to replace the audio guide we used to have available. I see there are a number of children here with you today. Well, we have several activities specially for children, like dressing up in the sorts of clothes that children wore in the past. And as it's a fine day, some of you will probably want to play in the adventure playground. Our latest addition is child-sized tractors that you can drive around the grounds. Before you hear the rest of the talk, ഓക്കെ, അപ്പോൾ 11 എക്സ്പ്ലെയിൻ ചെയ്തു, 12, 13, 14 ആണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ 12ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, 13ൻ്റെ ആൻസർ വരുന്നത് സി, 14ൻ്റെ ആൻസർ വരുന്നത് ബി. ബി. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടോ, പല സെക്ഷനും പല പല രീതിയിലാണ് അല്ലേ, പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. സോ ഇവിടെ വന്നിരിക്കുന്നത് ഇത് കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുകയാണ് കേട്ടോ, അപ്പോൾ എന്നാലേ കാണാൻ കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിലിടുക. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മതിയല്ലോ, തൽക്കാലം ഇത്രയും മതി നമുക്ക് കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചെയ്യണം? മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വായിച്ച് നോക്കണം എന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കണ്ട, കാരണം ക്വസ്റ്റ്യൻ എന്തായാലും പ്രത്യേകിച്ച് ലിസണിങ്ങിൽ, റീഡിങ്ങിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചില കേസസിൽ നമുക്ക് ഓർഡർ തെറ്റിച്ചായിരിക്കും വരുന്നത് അല്ലേ. നമ്മൾ ആ ട്രൂ ഫോൾസ് നോട്ട് ഗീവൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇതൊക്കെയാണ് അതും മിക്കവാറും ഓർഡറിൽ വരുന്നത്. എന്നാൽ ലിസണിങ്ങിൽ അങ്ങനെയല്ല. അത് നമ്മൾ പ്രാക്ടീസ് മെറ്റീരിയലിൽ ചില കേസസിൽ ഒരു 10 മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാറി വന്നേക്കാം. 10ഓ 20ഓ മെറ്റീരിയൽ എടുത്താൽ അതിൽ ഒരെണ്ണം മാത്രം, ഒരു മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചിലപ്പോൾ മാറി വന്നേക്കാം. അത് പ്രാക്ടീസ് മെറ്റീരിയലിൻ്റെ പ്രശ്നമാണ്. നമ്മളുടെ ആക്ച്വൽ ക്വസ്റ്റ്യനിൽ അങ്ങനെ വരത്തില്ല കേട്ടോ. എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനിൽ ഓർഡറിൽ തന്നെ ആയിരിക്കും പറയുന്നത്. 15ൻ്റെ ആൻസർ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 16ൻ്റെ ആൻസർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 15 to 20 പറയുന്നതിനനുസരിച്ച് അതിലേത് ഓപ്ഷൻ ആണെന്നുള്ളത് മാത്രം മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ടുള്ള ടൈം തരത്തില്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ടുള്ള ടൈം തരുന്ന സമയത്ത് നമ്മൾ ആ 15 to 20യുടെ വായിക്കേണ്ട, ഓപ്ഷൻസ് മാത്രം ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, 15, 16 അത് ഒന്ന് കണ്ണോടിച്ച് പോയാൽ മതി. ഓപ്ഷൻസ് ആയിരിക്കണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എ പറഞ്ഞിട്ടുണ്ട് ഷോപ്പിംഗ് അല്ലേ, ബി വാച്ചിങ് കൗസ് ബീങ് മിൽക്ക്ഡ്, മീനിങ് അറിയാമല്ലോ. സീയിങ് ഓൾഡ് ഫാമിംഗ് എക്യുപ്മെൻറ്റ്, ഡി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇ സ്റ്റാർട്ടിങ് എ ട്രിപ്പ്, എഫ് സീയിങ് റെയർ ബ്രീഡ്സ് ഓഫ് ആനിമൽസ്, ജി ഹെൽപ്പിംഗ് ടു look after animals, H using farm tools. ഓക്കെ, അപ്പോൾ ഇതിൽ
ഫാമിൻ്റെ ലൊക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ആക്ടിവിറ്റീസ്, ഓരോ ലൊക്കേഷനിലും നടക്കുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തത് ഡയറി ആണ് അല്ലേ. സോ ഡയറി അവിടെ എന്താണെന്നുള്ളതാണ്. സോ ഡയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. കാരണം ഡയറി എന്ന് പറയുമ്പോൾ മിൽക്ക് റിലേറ്റഡ് ആണ്. സോ എന്തായിരിക്കാം അതിൻ്റെ ആൻസർ എന്നുള്ളത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇനി ബൈ ചാൻസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കവിടെ ഒരു ഐഡിയ വെച്ചിട്ട് ഒന്ന് ഗസ് വർക്ക് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേ ചെയ്യാണ്. You have some time to look at questions 15 to 20. We'll also be going into the farm that's part of the estate, where there's plenty to do. Most of the buildings date from the 18th century, so you can really step back into an agricultural past. Until recently, the dairy was where milk from the cows was turned into cheese. It's now the place to go for lunch. അപ്പോൾ ഇറ്റ്സ് നൗ ദ പ്ലേസ് ടു ഗോ ഫോർ ലഞ്ച് എന്ന് പറയുന്നുണ്ട് അല്ലേ. നേരത്തെ ഡയറി ആയിട്ടിരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ലഞ്ച് അല്ലേ, ലഞ്ച് കഴിക്കാൻ പോകുന്നൊരു പ്ലേസ് ആയിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കുക അല്ലേ. അപ്പോൾ അവിടെ കഴിക്കുക എന്നുള്ളത് ഷോപ്പിംഗ് എടുക്കാൻ കഴിയത്തില്ലല്ലോ. പിന്നെ ബിയും സിയും കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഡി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. സോ കഴിക്കുക എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട് അല്ലേ. ഇനി ഈ ട്രിപ്പ് പറയാൻ കഴിയത്തില്ല. റെയർ ബ്രീഡ്സ് ഓഫ് ആനിമൽസ്, ലുക്ക് ആഫ്റ്റർ ആനിമൽസ്. അപ്പോൾ അവിടെ ആകെ വരുന്നത് ഡി മാത്രമാണ് അല്ലേ, നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആയിരിക്കും അവിടെ വരുന്നത്. ബാക്കിയും കൂടെ കേട്ട് നോക്കാം. Or afternoon tea. Or സോ ലഞ്ച് ഓർ ആഫ്റ്റർനൂൺ ടീ എന്നാണ് പറയുന്നത്. just a cup of coffee and a slice of homemade cake. ഫുഡ് ഐറ്റത്തിനെ കുറിച്ച് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു പ്ലേസ് അല്ലേ. അപ്പോൾ കൺഫേം ചെയ്യാം ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ലാർജ് ബാൺ അല്ലേ. Big stone building that dominates the farm is the large barn. And in here is our collection of agricultural tools. കളക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ ടൂൾസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. കളക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ ടൂൾസ്. അപ്പോൾ ടൂൾസ് വരുന്നത് എച്ചിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ സീലും വരുന്നുണ്ട് അല്ലേ. സീലും എച്ചിലും ആണ് ടൂൾസ് വരുന്നത്. അതിൻ്റെ കളക്ഷൻ എന്നാണ് പറയുന്നത് അല്ലേ. എച്ചിൽ പറയുമ്പോൾ യൂസിങ് എന്നാണ്, അത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് കാണാനാണ് അല്ലേ. കളക്ഷൻ എന്ന് പറയുമ്പോൾ പഴയ എക്യുപ്മെൻറ്റ്സ് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ സി ആണ് അവിടെ ആൻസർ വരേണ്ടത്. 16ന്റെ ആൻസർ. These were used in the past to plough the earth, sow seeds, make gates and much more. പണ്ട് യൂസ് ചെയ്തിരുന്ന ഫാം ടൂൾസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് സ്മോൾ ബാണിനെ കുറിച്ചാണ്. There's a small barn, also made of stone, where you can groom the donkeys and horses. ഗ്രൂം ദ ഡോങ്കീസ് ആൻഡ് ഹോഴ്സസ്. ഗ്രൂം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ കുളിപ്പിക്കുക അല്ലേ. ഗ്രൂമിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അതിനെ വൃത്തിയാക്കുക. അപ്പോൾ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അല്ലേ. സോ ഗ്രൂമിങ് എന്ന് പറയുന്നത് അതാണ്. സോ ഇവിടെ ഗ്രൂമിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണുള്ളതെന്ന് നോക്കുക. അതാണ് നമ്മളുടെ 18ന്റെ ആൻസർ വരുന്നത്. സോ ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ ബാക്കിയും കൂടെ കേൾപ്പിക്കാം. To keep their coats clean. They really seem to enjoy having it done, and children love grooming them. The horses no longer live in the stables. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? ജി ആയിരിക്കും അല്ലേ. ജിയിലാണ് നമ്മളുടെ ആക്ച്വൽ കാര്യം പറയുന്നത് അല്ലേ. ലുക്ക് ആഫ്റ്റർ ആനിമൽസ്, ഗ്രൂമിങ് അല്ലെ, അവരെ ക്ലീൻ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നത്. സോ ജി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് സ്റ്റേബിൾസ്. Which instead is the place to go to buy gifts, books, our own jam, where സ്റ്റേബിൾ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ കഴിയുന്ന പ്ലേസ് ആണെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. അതിനുശേഷം 1920 നിങ്ങൾക്ക് വിട്ടുതരാം. you can groom the donkeys and horses to keep their coats clean. They really seem to enjoy having it done,
and children love grooming them. The horses no longer live in the stables, which instead is the place to go to buy gifts, books, our own jams and pickles. ഓക്കെ, ഹോഴ്സ് അല്ലേ, ഹോഴ്സിൻ്റെ ആ ഒരു താമസ സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റേബിൾസ് എന്ന് പറയുന്നത് അല്ലേ. ഹോഴ്സ് ഇപ്പോൾ സ്റ്റേബിൾസിലല്ല താമസിക്കുന്നത്. ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് വാങ്ങിക്കാനും ജാം, പിക്കിൾ ഇതൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നൊരു പ്ലേസാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവം വാങ്ങിക്കാൻ കഴിയുന്ന പ്ലേസിനെ നമ്മൾ ഷോപ്പ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാക്കാം, ഷോപ്പിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ആണ് ആൻസർ വരുന്നത്. 18ൻ്റെ ആൻസർ എ. അപ്പോൾ ഞാനിത് നിർത്തി കേൾപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത 19, 20 ഞാൻ ജസ്റ്റ് കേൾപ്പിക്കാം, നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. And clothes and blankets made of wool from our sheep. Outside the shed, which is the only brick building, you can climb into a horse-drawn carriage for a lovely, relaxing tour of the park and farm. The carriages are well over 100 years old. And finally, the parkland, which was laid out in the 18th century with a lake and trees that are now well established. You'll see types of cattle and sheep that are hardly ever found on farms these days. We're helping to preserve them, to stop their numbers falling further. Okay, well, if you'd like to come with me, we will start. That is the end of part 2. ഓക്കെ, അപ്പോൾ 19, 20 എല്ലാവർക്കും അത് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. 19, 20യുടെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. 19ൻ്റെ ആൻസർ വരുന്നത് ഇ ആണ്. ഓക്കെ, സോ ഇ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് എ ട്രിപ്പ്. അടുത്തത് 20യുടെ ആൻസർ വരുന്നത് എഫ് ആണ്, സീയിങ് റെയർ ബ്രീഡ്സ് ഓഫ് ആനിമൽസ്. ഓക്കെ, അപ്പോൾ 19ൻ്റെ ആൻസർ വരുന്നത് ഇ, 20യുടെ ആൻസർ വരുന്നത് എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 2 സെക്ഷൻ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ് തുടങ്ങാനായിട്ട് ഇനി ഒരുപാട് നാളില്ല. December 4th നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് IELTS-ൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി, ഈ ഒരു ക്ലാസ് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും തരുന്നത്. ആക്ച്വലി നമ്മളുടെ ആ ഒരു ലൈവ് സെഷനിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, കുട്ടികളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നമുക്ക് ഒരുപാടങ്ങ് ചെയ്യാൻ കഴിയത്തില്ല. സോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് കാണും. ലൈവ് സെഷനിൽ ക്ലാസ്സസിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആദ്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം എക്സ്പ്ലനേഷൻ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമും നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ടൈം കണ്ടെത്തി ചെയ്യേണ്ട. അത് പല വർക്കിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ഫോം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇന്ന് ഇനി 2 ദിവസമേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ പകുതി ഓഫറാണ്, ഓഫർ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഉള്ള ഫീസിൻ്റെ 50% ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്ത ബാച്ച് മുതൽ ആ ഒരു ഡിസ്കൗണ്ട് കാണത്തില്ല. സോ കുറഞ്ഞ പൈസയ്ക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ